പാർട്ട് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ കമ്പാരറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. വളരെ വേഗത്തിൽ പോവാം. നോക്കൂ, ഈ വന്യജീവി സംരക്ഷണ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന ഒരു പ്രിസംഷനിലാണ് ഞാൻ പോണത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക. വന്യജീവി സംരക്ഷണ നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മാത്രം പറയാനേ സമയമുള്ളൂ. അതുകൊണ്ട് അത് മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒരാഴ്ച മുഴുവൻ ഡിസ്കസ് ചെയ്യാം, ഒരു ദിവസം മുഴുവൻ ഡിസ്കസ് ചെയ്യാം. അത്രയ്ക്കുള്ള മാറ്റർ ഉണ്ട് ഇത്. അപ്പോൾ നമുക്ക് പ്രായോഗികമായി ഏതൊക്കെ തരത്തിൽ ഇതിൻ്റെ ആവശ്യകത വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതിൽ പോകാം. ഗവൺമെൻറ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽ, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്. അതിനെ മാറ്റുമ്പോൾ നോക്കൂ, കൺസർവേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ രണ്ട് വാക്കുകൾ ചേർത്ത് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. നേരത്തെ പ്രൊട്ടക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വലിയ അർത്ഥമാണ്. നേരത്തെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കൺസർവേഷനും മാനേജ്മെൻറ്റും വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ അതിന് മാറ്റം, അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൺസെപ്ച്വലി വലിയ മാറ്റങ്ങൾ വരും. മാനേജ്മെൻറ്റ്, കൺസർവേഷൻ, ഈ രണ്ട് വാക്കുകൾ നമുക്ക് നേരത്തെ ആക്ടിൻ്റെ പ്രിയാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. കാണുന്നുണ്ടോ? അതിനകത്ത് കാണാൻ ഇതുണ്ടാകും തോന്നില്ല. അപ്പോൾ ആ ഒരു മാറ്റം വന്നിട്ടുണ്ടാണ്. ഇനി ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ക്യാപ്റ്റീവ് അനിമൽ നേരത്തെ പറയുന്നത് ഷെഡ്യൂള് 1 മുതൽ 4 വരെ എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഷെഡ്യൂള് 1, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷെഡ്യൂളിന് മാറ്റം വന്നത് മാത്രമാണ്. അപ്പോൾ അതൊന്നിൻ്റെ ഗുണം വേണ്ട. സ്പെസിഫൈഡ് ഫ്രാങ്ക് എന്ന് പറയുന്നതിൽ മാറ്റം വന്നിട്ടാണ്. യെസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2, 14 ഇന്ത്യക്ക് പുതിയതായിട്ട് ചേർത്തതാണ് ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ്. വാട്ട് ഈസ് ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ്? ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ അധിക വലിയ തോതിൽ കളർന്ന് കയറുക. ഏലിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരാലികൾ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഇൻട്രൊഡ്യൂസും ചെയ്ത് വരികയും ഇവിടെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ നാച്ചുറൽ ഹാബിറ്റാറ്റിന് ശല്യമായി മാറുകയും ചെയ്തിട്ടുള്ള പ്ലാന്റ്സും അനിമൽസും ഒക്കെയാണ് ഇൻവാസീവ് ഏലിയൻ സ്പീഷീസും. ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ? സെന്റാണ്, അത് സംശയമില്ല. സെന്ന ഇൻട്രൊഡ്യൂസ്ഡാണ്. അതിൻ്റെ കൂടെ വാസുവാസത്തിന് വരം വരുന്ന പോലെ അവിടെ മുഴുവൻ നടത്താണ്. പിന്നെ വേറെ ലെൻഡാണ്. ഓക്കെ. പിന്നെ അനിമൽസ് ഏതെങ്കിലും പറയാമോ? ടർട്ടിൽ, റെഡ് ഇയർ ടർട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു ഈ ഇവിടെ ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു ആമയുണ്ട്. അത് മുഴുവൻ അങ്ങ് കൊല്ലാതെ നിറയും. ആഫ്രിക്കൻ ഒച്ച് എന്ന് പറഞ്ഞിട്ടില്ലേ അത്. പിന്നെ ആഫ്രിക്കൻ മുഷി എന്ന് പറഞ്ഞ മത്സ്യം. ഇതൊക്കെ മെനാസായി നമുക്ക് മാറിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ള സ്പീഷീസുകളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഈ ആക്ടിൽ പറയുന്നുണ്ട്, ഈ അമെൻമെൻറ്റിൽ. നേരത്തെ അത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻ? മീൻസ് എ സ്പീഷീസ് ഓഫ് അനിമൽ ഓർ പ്ലാന്റ് വിച്ച് ഈസ് നോട്ട് എ നാറ്റീവ് ടു ഇന്ത്യ and whose introduction or spread may threaten or adversely impact wildlife or its habitat. വൈൽഡ് ഹാബിറ്റാറ്റിനെ ബാധിക്കുന്ന പ്രശ്നമുണ്ടാക്കിയതിന് മാത്രം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റബ്ബർ, കപ്പ, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ്ഡാണ്, ബ്രസീലിൽ നിന്ന് വന്നതാണ്. മനസ്സിലായോ? പക്ഷേ അത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിനെ ദോഷകരമായി ബാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാതും ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ് അല്ല. ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് ഇവിടെ വന്ന് നമ്മുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ ദോഷകരമായി ബാധിക്കുകയും ഇവിടുത്തെ അനിമൽസിൻ്റെ ഹാബിറ്റാറ്റിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തിട്ടുള്ള അനിമൽസിനെയും പ്ലാന്റ്സിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ്. ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ ധാരാളം. ഓക്കെ. പിന്നെ ഷെഡ്യൂളുകൾ വന്ന മാറ്റമാണ്. അത് നേരത്തെ 1 മുതൽ 4 വരെ ഷെഡ്യൂൾക്ക് എന്ന് പറഞ്ഞാൽ പകരം ഇപ്പോൾ 1, 2 എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് ചിന്തിക്കുന്ന കാര്യമാണ്. ശ്രദ്ധിക്കുക, നേരത്തെ 5ാമത്തെ ഷെഡ്യൂൾ വെർമിംഗ് എന്ന് പറഞ്ഞ സാധനം വെർമിംഗ്. ഇപ്പൊ 5ാമത്തെ ഷെഡ്യൂൾ വെർമിംഗില്ല, പക്ഷെ വെർമിംഗ് വാക്കുണ്ട്. അപ്പൊ ഏതാണ് വെർമിംഗ്? ഇത് വന്യജീവി സംരക്ഷണ നിയമം പ്രകാരം സെക്ഷൻ 62 ശ്രദ്ധിക്കണം. സെക്ഷൻ 62 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് ഷെഡ്യൂൾ 2 പെട്ട ഏതന്മയാണ് ഷെഡ്യൂൾ വയ്ക്കാം.
ഷെഡ്യൂൾ രണ്ടിൽപ്പെട്ട ഏത് അനിമലിനെയും ഒരു വെർമിനായി ഡിക്ലെയർ ചെയ്യാം. വെർമിനായി ഡിക്ലെയർ ചെയ്യാം. എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? അത് ഇന്ത്യ മൊത്തമായില്ല, ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാലത്തേക്ക്, എല്ലാ കാശ്മീരിക്കല്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാലത്തേക്ക് അതിനെ വെർമിനായി മോഡിഫൈ ചെയ്യാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? കാട്ടുപന്നിയെ അങ്ങനെ വെർമീനാക്കാം എന്ന്. അങ്ങനെ വെർമീനാക്കിയാൽ എന്താണ് ഗുണം? അതിനെ കൊല്ലാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷീസ് അതിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ട് മൊത്തം നമ്മുടെ നാട്ടുകാർക്കും അവരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും ഒക്കെ നാശനഷ്ടം വരുത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ സെൻട്രൽ ഗവൺമെൻറ് ഇവിടുന്ന് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്, ഈ ഒരു സ്പീഷീസിനെ ഈ ഒരു പ്രദേശത്ത് ഇത്ര കാലത്തേക്ക് വെർമീനാക്കി ഡിക്ലെയർ ചെയ്യണമെന്ന്. അവരത് പരിശോധിച്ച് അതിന് ആവശ്യമായ രേഖകളും ബന്ധപ്പെട്ട ഡോക്യുമെൻസും ഒക്കെ പരിശോധിച്ചിട്ട് അനുവാദം കൊടുക്കും. അങ്ങനെ അനുവാദം കൊടുത്താൽ ആ സ്ഥലത്ത് ആ സ്പീഷീസ് അതിൽ പറയുന്ന കാലത്തേക്ക് വെർമിനായി. കേരള ഗവൺമെൻറ് കാട്ടുപന്നിയെ വെർമിനാക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു. അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി പച്ചാൾ. ഹൈക്കോടതി ഇത് പരിശോധിച്ചപ്പോൾ നമ്മൾ കൊടുത്തൊരു പൊട്ടത്ത പോലെയാണ്. അതായത് കാട്ടുപന്നീനെ മൊത്തം അങ്ങ് വെർമിനാക്കാൻ. അത് ഏത് പ്രദേശമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, എത്ര കാലത്തേക്ക് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഇതൊന്നും പാലിക്കാത്തതുകൊണ്ട് അത് തള്ളി. അതുകൊണ്ട് കാട്ടുപന്നിയെ വെർമിനാക്കാൻ പറ്റില്ല. പക്ഷെ സർക്കാർ അതിനെ അതിജീവിച്ചു. സർക്കാർ അതിജീവിച്ചത് എങ്ങനെയാണ്? പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് സർക്കാർ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പ്രത്യേക അധികാരം കൊടുത്ത് കൃഷി നശിപ്പിക്കുന്ന, കാടിൽ പുറത്തു വന്ന് കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെക്കാനുള്ള അനുവാദം കൊടുക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് പലതും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് കൃത്യമായി ഗൈഡ്ലൈൻസ് ഉണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? എല്ലാ മിനിസ്ട്രിയുടെ സ്റ്റാഫും അത് വായിക്കണം. കണ്ടോ? മിനിസ്ട്രി സ്റ്റാഫല്ല, എല്ലാ സ്റ്റാഫും വായിക്കണം. അതിൽ ആദ്യം കൊടുത്തതിൽ കുറേ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കൃഷി നശിപ്പിക്കാൻ വരുന്ന കാട്ടുപന്നി ഗർഭിണിയാണോ എന്ന് നോക്കണം. എങ്ങനെ നോക്കണം എന്നൊന്നും പറയുന്നില്ല. ഗർഭിണിയാണോ എന്നുണ്ടെങ്കിൽ അതിന് വെടിവെക്കുക. പിന്നെ മുലയൂട്ടുന്ന കാട്ടുപന്നിയാണെങ്കിൽ അതിനെ വെടിവെക്കരുത്. ഇങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് തീരെ അപ്രായോഗികമാണെന്നൊക്കെ കണ്ട് പിന്നെ ഇത് മാറ്റം പറ്റി. ഇപ്പോൾ ആ കണ്ടീഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ആ കണ്ടീഷൻസ് ഇല്ല. പക്ഷെ പുറത്ത് കാട്ടിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കാൻ പറ്റില്ല. കാടിൻ്റെ പുറത്ത് വന്ന് അത് കൃഷി നശിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസറെ വിവരം അറിയിച്ച് അവിടെ ഇതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പാനൽ തയ്യാറാക്കിയിട്ടുണ്ട്. ലൈസൻസ് ഉള്ള തോക്കുള്ള ആളുകളുടെ പാനൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്ക് മാത്രമാണ് അതിന് അനുവാദമുള്ളത്. അവരത് വെടിവെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോറസ്റ്റ് ഓഫീസർമാരെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞെങ്കിൽ അത് നിർദ്ദേശിക്കുന്ന വിധം സംസ്കരിക്കണം. അല്ലാതെ സംസ്കരിക്കാൻ വലിയ താല്പര്യമുണ്ടോ ആളുകൾക്ക്? പക്ഷേ പറയുന്ന ഒരു രീതിയുണ്ട്. പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ മണ്ണോ ഉപയോഗിച്ച് കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അതിനെ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ സംസ്കരിക്കണം. ഇതാണ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് യെസ് അതാണ് അതിന് വെച്ചിരിക്കുന്ന നിർദ്ദേശം. അത് പക്ഷെ പ്രായോഗികമായിട്ട് നടക്കാൻ കഴിയുന്നില്ല. 2 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് അറിയാം, അത് നടപ്പിക്കുക. അത് നിയമാനുസൃതം നമുക്ക് മാറിയത്. പക്ഷെ അതും അങ്ങനെ സ്റ്റിഫ് എടുക്കാൻ പറ്റില്ല. കാരണം അത് പുറത്തായില്ല എന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. കാരണം ഈ കാട്ടിന് മുന്നിൽ വെടിവെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടിട്ടാൽ അത് പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സോ ഇതാണ് അതിൻ്റെ കാര്യം. ഈ വെർമിൻ എന്നത് ശരിക്കും പറഞ്ഞാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ വെർമിൻ എന്ന ഷെഡ്യൂൾ ഇപ്പോൾ ഇല്ല. പക്ഷേ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 68 പ്രകാരം ഏതൊരു അനിമൽ ഷെഡ്യൂൾ 2ൽപ്പെട്ട ഏത് ഷെഡ്യൂൾ 3 കൊണ്ടാൽ വെർമിനാക്കാൻ പറ്റില്ല. അതാണ് എനിക്കറിയാം. ഷെഡ്യൂൾ 2ൽപ്പെട്ട ഏതൊരു അനിമലിനെ ഏതൊരു സ്ഥലത്തും ഏതൊരു കാലത്തേക്കും വെർമിനാക്കി വെച്ചിരിക്കാം. ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലേക്ക് വെർമിനായി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉപയോഗിച്ച് ഒന്ന് വെർമിനാക്കിയില്ല. പക്ഷെ ഇങ്ങനൊരു അധികാരമുണ്ട് പ്രത്യേക സത്യത്തിൽ. ഓക്കെ,
അതാണ് രണ്ടിനെ ഒപ്പം വായിക്കാൻ പറയുന്നത്. ഗവർണർ തീർച്ചയായിട്ടുമായിട്ടല്ല നോട്ടിഫൈഡ് ആണ് സെക്ഷൻ 62. സെക്ഷൻ 62 പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏത് അനുമതിയും നമ്മൾ വേർപ്പെടുന്നു. പിന്നെ ഷെഡ്യൂളിൻ്റെ മാറ്റം വേണം, അതൊന്നും വലിയ തെളിയില്ല. പിന്നെ നോക്കൂ, സൂ എന്നതിനൊരു ഡെഫിനേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. സൂ അതിലേക്ക് 2 വാക്കുകളെ നമ്മൾ കൊണ്ടുപോകും. സൂ എന്ന് പറഞ്ഞാൽ എക്സിറ്റീവ് കൺസർവേഷൻ, പിന്നെ കൺസർവേഷൻ റീഡിംഗ് സെന്റർ. എക്സിറ്റീവ് കൺസർവേഷൻ റീഡിംഗ് സെന്റർ ഇതിൽ ഈ സൂവായിട്ട് പഠിക്കണം. എന്താണ് എക്സിറ്റീവ് കൺസർവേഷൻ? 2 വാക്കുകൾ ടെക്നിക്കൽ ടേംസ് ആണ്. എക്സിറ്റീവ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണോ നാച്ചുറൽ കാറ്റഗറീസ് അവരെ വെച്ചായിട്ട് സംരക്ഷിക്കുക. അപ്പോൾ കാട്ടിലുള്ള സ്പീഷീസിനെ കാട്ടിൽ തന്നെ സംരക്ഷിക്കുന്നു. അതിനകത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ. അതേസമയം കാട്ടിലുള്ള സ്പീഷീസിനെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാറ്റഗറി അതിനെ ബ്രീഡിംഗ് നടത്തി അതിന് പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ അത് നമ്മൾ എക്സിക്യൂട്ട് കൺസർവേഷനായി. അപ്പോൾ അവിടെ തന്നെ പല സെന്ററുകൾ മലപ്പുഴയുടെ സ്നേക്ക് പാർക്ക്, മലപ്പുഴ സ്നേക്ക് പാർക്ക് ഉണ്ടാവും. സത്യത്തിൽ ആ സ്നേക്ക് പാർക്ക് നിയമനിരുദ്ധമാണ്. എങ്ങനെ ഈ അമെൻമെന്റ് വരുന്നത് വരെ അവിടേക്ക് ആളെ വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ് മേടിച്ചിട്ട് ഉണ്ട്. ശരിക്കാണ് റെസ്ക്യൂ സെന്റർ. അവിടെ എക്സിബിഷനോ ടിക്കറ്റ് വെക്കലോ കാശ് വെക്കലോ പാടില്ല. അത് സൂ അല്ല, അവരുടെ റെസ്ക്യൂ സെൻ്ററാണ്, റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. ആ റീഹാബിലിറ്റേഷൻ സെൻ്ററിനെ സൂവിൻ്റെ ഡെഫിനേഷൻ കൊണ്ടുവരുന്നതോടുകൂടി നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ നമ്മൾ നിയമാനുസൃതമാക്കി. മനസ്സിലായി പറഞ്ഞത്? ഇപ്പോൾ മലമ്പുഴയിൽ നമ്മൾ ടിക്കറ്റ് വെച്ചിട്ട് സ്നേഹിക്കിനെ കാണിച്ചു കൊടുക്കുന്നത് നിയമാനുസൃതമാവും. ഇപ്പോൾ അവിടെ മാത്രമല്ല, ആപ്രിക്കാട് നമുക്ക് തൃശ്ശൂരിലെ സെൻട്രൽ സർക്കിളിൽ കാപ്രിക്കാട് എന്ന സ്ഥലത്ത് മാനുകളെയും മറ്റുമൊക്കെ തന്നെ ഒരുപാടായിട്ടുണ്ട്. അവിടെ ആളുകളെ വരുന്നത് അത് കാണിക്കുന്നുണ്ട്. സത്യത്തിൽ പരിക്ക് പറ്റുകയും അപകടം പറ്റുകയും ഒക്കെ ചെയ്യുന്ന മാനുകളെ കൊണ്ടുവന്ന് ചികിത്സിച്ച് അവിടെ ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ളൊരു സെൻറ്റർ അത്. അപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ അതുപോലെയുള്ള സെൻ്ററുകളെ നമ്മളിപ്പോൾ സൂ എന്ന ഡെഫിനിഷനിലേക്ക് ഈ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അത്തരം കാര്യങ്ങളെ നമുക്ക് നിയമാനുസൃതമാക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്, മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ ഈ ഇതിന് ഭയങ്കരമായിട്ട് എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇത്തരം സ്വാതന്ത്ര്യ സ്നേക്ക് ആളുകളെ കിട്ടുക. അതുപോലെ നമ്മുടെ ഇവിടെ സാറ്റായിട്ട് വാതയാത് ഒരു ഡീം പാർക്ക്, മനസ്സിലായ. അപ്പോൾ അവിടെ പിന്നെ ആളുകൾ കാണാനുണ്ടാകുന്നില്ല. ഇങ്ങനെ ടിക്കറ്റ് കാണുന്ന പരിപാടി അത് ശരിയല്ല. ഒരു വലിയൊരു സെമ്പറിലാണ്. പക്ഷേ അതിലൊക്കെ ഇപ്പോൾ നമ്മൾ അവർ കോഴനാട് വ്യാപിനേഷൻ ഉണ്ടായി. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമ്മൾ അവരെ കോട്ടൂര് ആനക്കേന്ദ്ര കേരളത്തിലെ അതുകൊണ്ട് ശരിക്കും അത് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സാണ് അവിടെ. അപ്പോൾ പക്ഷെ അതൊക്കെ തന്നെ ഇപ്പോൾ ഈ ഡെഫിനേഷൻ പ്രകാരം അതിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ലീഗലി ക്ലിയർ ടാക്സ് ബൈ. പിന്നെ ഈ നേരത്തെ നമ്മുടെ നിങ്ങൾക്കറിയാവുന്നതാണ് ഐവെൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൻ്റെ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫാണ്. നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് എൻ്റെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്ററാണ്, വൈസ് ചെയർപേഴ്സൺ സെൻട്രൽ ഫോറസ്റ്റ് മിനിസ്റ്ററാണ്. അപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിലെ കുറേ അംഗങ്ങളുണ്ട്, 10 അംഗങ്ങളുണ്ട്. അതിൽ പ്ലാനിങ് കമ്മീഷൻ മെമ്പർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്ലാനിങ് കമ്മീഷൻ്റെ പേര് മാറ്റി, എന്താണ് നീതി ആയോഗ് എന്നാണ്. അപ്പോൾ അതൊന്നും മാറ്റം വരുത്തി. അപ്പോൾ നീതി ആയോഗിൻ്റെ ആവുന്നതിനുള്ള അർത്ഥം. അപ്പോൾ നമ്മൾ ലാൻഡ് അക്വിസിഷൻ ആക്ടാണ് ലാൻഡ് അക്വിസിഷൻ ആക്ട്, ആ ആക്ട് പറയുന്ന സമയം. അപ്പോൾ അതിന് പലപ്പോഴും അത് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിന് ചെറിയ മാറ്റം വരുത്തി. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട്. അതായത് ചുരുക്കിയ പറഞ്ഞിട്ടുള്ളൂ, ആർബിട്രേഷൻ നടത്തിയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന തുക എത്രയാണെങ്കിലും ആർബിട്രേഷൻ നടത്തിയിട്ട് അവർക്കൊരു ഫെയർ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് ഒരു വകുപ്പ് കൊണ്ടിട്ടു. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഈ പുതിയൊരു ആക്ടാണത്. ആ ആക്ടിനുള്ള ഒരു ഫെയർ കോമ്പൻസേഷൻ ഒരു റൈറ്റ് വ്യക്തിക്ക് അത് അന്തി പരിഹരിക്കണം. ആദ്യം വ്യക്തി ഉൾപ്പെടുത്തുക. ഉപരി പൈസ കിട്ടാൻ ഹാജരപ്പെടുത്തുന്ന നടത്താം. അതൊരു ചേഞ്ചാണ് നമുക്ക് വരുന്നത് കോമ്പൻസേഷൻ. അപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് ഓണറിൻ്റെ തീരുമാനപ്രകാരം അവിടെ 7 തരത്തിലുള്ള മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്താം. എന്തായാലും
പക്ഷെ ഇപ്പോൾ അത് കൃത്യമായി പറയുന്നത് ഒരു മാനേജ്മെന്റ് പ്ലാൻ അടിസ്ഥാനം ചെയ്യുമ്പോൾ അതായത് മാനേജ്മെന്റ് പ്ലാനുകൾക്ക് പ്രാധാന്യം കൈവന്നിട്ട് ഒരു ടെറിട്ടോറിയൽ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ പറയും വർക്കിംഗ് പ്ലാൻ എന്ന് പറയും. പക്ഷെ പ്രൊട്ടക്റ്റഡ് ഏരിയ വൈൽഡ് ലൈഫിൻ്റെ കാര്യത്തിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ പറയുമ്പോൾ അവിടെ ഒരു മാനേജ്മെന്റ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് പ്ലാനിലേക്ക് ആക്ട് പ്രകാരം തന്നെ ലീഗൽ സാങ്ക്ടിറ്റി കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിയമാനുസൃതമായ വലിയ ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അതാണ് ഈ പറയുന്ന മാറ്റം. സെക്ഷൻ 33. പിന്നെ വേറൊരു കാര്യം ചെയ്തിട്ട് ഒരു സാങ്ച്വറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യാൻ തീരുമാനിച്ചു. ഉദാഹരണം, ഒരു റോഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ക്യാമ്പ് നടത്താൻ വേണ്ടി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് മാനേജ്മെൻറ്റ് പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് കൊടുത്ത സ്ഥലമാണെങ്കിൽ, എന്താണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്? ട്രൈബൽ ആക്ട് അറിയില്ലേ? അവർക്ക് റൈറ്റ് കൊടുത്തിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവരുടെ ഗ്രാമസഭയുടെ കൂടി അധികാരത്തോടു കൂടി വേണം മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ. എന്ന് പറഞ്ഞാൽ FRA കൊടുത്തിട്ടുള്ള സ്ഥലത്തും നമ്മൾ ഇങ്ങനെ മാനേജ്മെൻറ്റ് പ്ലാൻ അനുസരിച്ച് മാറ്റം വരുത്തണമെങ്കിൽ അവരുടെ ഗ്രാമസഭയുടെ കൂടി കൺസെൻറ്റ് വാങ്ങണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. FRA കൊടുത്തിട്ടുള്ള പല സ്ഥലത്തും FRA ആ ഗ്രാമസഭയുടെ അംഗീകാരമില്ലാതെ നമ്മൾ മാനേജ്മെൻറ്റ് പ്ലാൻ, വർക്കിംഗ് പ്ലാൻ, മറ്റു പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ശരിയല്ല. FRAയുടെ കൂടി ആ ബന്ധപ്പെട്ട ഗ്രാമസഭയുടെ കൂടി അനുവാദം മാറ്റി. പുതിയതായിട്ടുള്ള ലൈസൻസ് കൊടുക്കണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് മുൻകൂർ അനുമതി വാങ്ങിക്കണം. ഇത്രയും നേരത്തെ ഉണ്ടായില്ല. ഇത് ലൈസൻസ് ആർട്സ് ലൈസൻസ് കൊടുക്കുന്നത് 1 വർഷത്തേക്കാണ്. അതെല്ലാ വർഷവും പുതുക്കണം. പുതുക്കുമ്പോൾ നമ്മളൊരു വർഷം ചെയ്യാറില്ല. പക്ഷെ അത് വേണമെന്ന് നിർബന്ധമായി പറഞ്ഞിരിക്കും. ആർക്കെങ്കിലും തോന്നിയ ലൈസൻസ് വന്യജീവി സങ്കേതത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടെങ്കിൽ അവരെല്ലാ വർഷവും അവർ പുതുക്കും വേണം. പുതുക്കുന്നതിന് മുൻപ് നമ്മുടെ കൺസെൻറ്റ് വാങ്ങും. ചീഫ് വൈൽഡ് ലൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസർ സാധാരണ നിയമമായ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഒരു സൈഡ് അതുകൊണ്ട് റെവന്യൂ ഉണ്ടെങ്കിൽ വിത്ത് ദി കൺസെപ്റ്റ് ഓഫ് കൺസേൺഡ് ഫോറസ്റ്റ് ഓഫീസർ വേണം. അത് എങ്ങനെ സാങ്ച്വറിയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ ഈ കിലോമീറ്റർ എങ്ങനെ തീരുമാനിക്കാം? എല്ലാ ലീഗൽ ദൂരെ നമ്മൾ ഏരിയ ഡിസ്ട്രിക്ട്സാണ്. ഇത് ഇവിടെ ബാറ് വെച്ചിട്ട് ഉണ്ടായിട്ടില്ല. പള്ളിയുടെ അടുത്ത് ബാറ് വന്നാണ്. അപ്പോൾ അയാളുടെ ബാറിന് പ്രവേശന കവാടം മുമ്പിൽ അടച്ചിട്ട് ബാക്കിലേക്ക് ആക്കി. അവിടേക്ക് വരണമെങ്കിൽ ചുറ്റുപാട് പിന്നെ പെഞ്ചുപാട് 100 മീറ്റർ കൂടുതൽ ചെല്ലണം. 100 ഇങ്ങനെ ചെല്ലണമെങ്കിൽ ആകെ 10 മീറ്റർ 15 മീറ്ററേ ഉള്ളൂ. അപ്പോൾ 100 മീറ്ററിൻ്റെ അപ്പുറത്താണ് ലീഗലി അയാൾ അങ്ങനെ ഒക്കെ ഉണ്ടാക്കി. പക്ഷേ ഏരിയ ഡിസ്റ്റൻസാണ്. അപ്പോൾ അത് തള്ളി കളഞ്ഞു വേണം. മാനേജ്മെൻറ്റ് പ്ലാൻ പ്രകാരമുള്ള ആക്ടിവിറ്റിക്ക് FRA കൊടുത്ത സ്ഥലമാണെങ്കിൽ FRAയുടെ മറ്റേ ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റിയുടെ അപ്രൂവൽ വേണം. എല്ലായിടത്തും പറഞ്ഞതാണ്. അത് അവിടെ നമ്മൾ മാനേജ്മെൻറ്റ് പ്ലാൻ പ്രകാരം എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നെങ്കിൽ മതി. അല്ല, അതേ നമ്മുടെ ടെറിട്ടോറിയൽ ഏരിയക്കൊക്കെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലും FRA കൊടുത്തിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവൻ്റെ കൺസെപ്റ്റ് കൂടി ചെയ്യാൻ പാടുള്ളൂ. അത് FRA ആക്ടിൽ പറയുന്നു കേട്ടോ. അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ കാര്യങ്ങൾ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ വൈറസാണ്. ഒരു സ്ഥലത്ത് ഒരാൾ കാർ ഓടിച്ചിട്ട് വരികയാണ്. അയാൾക്ക് കാർ പാർക്ക് ചെയ്യണം. കാർ പാർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ നോ പാർക്കിംഗ് ബോർഡുണ്ട്. പക്ഷെ അയാൾ മുന്നിൽ കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് സംശയം. അപ്പോൾ അവർ പോലീസുകാരാണ് ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്. അയാളോട് ഇയാൾ ചോദിച്ചു, എനിക്കിവിടെ കാറ് പാർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ് പറ്റില്ല, ഇത് നോ പാർക്കിംഗ് ഏരിയ ആണോ. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പോവുക, അതൊന്നും അവരൊന്നും എന്നോട് ചോദിച്ചതല്ല പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ചോദിക്കാൻ പോയാൽ നമ്മളെ VSS സെക്രട്ടറിമാർ ഇത് അറിഞ്ഞിരിക്കണം. അവരെ പറയുന്നത് അയാൾ ഫീൽഡിൽ ഇത് എങ്ങനെ മനസ്സിൽ അപ്ലിക്കബിളായി വരണമെന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് ഇതായിട്ട് ഞാൻ പോകുന്നത്. അതായത് വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ 36A അതിൽ സർക്കാരിന് കൺസർവേഷൻ റിസർവുകളായിട്ട് നോട്ടിഫൈ ചെയ്യുക. എന്നാൽ കൺസർവേഷൻ റിസർവ് നിലവിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട്. അതൊരു സാങ്ച്വറി ഉണ്ട്. ആ സാങ്ച്വറി ചേർന്ന് കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. സർക്കാരിന് തന്നെ അറിയുന്നത്
ഈ സാങ്ച്വറിയെ കുറച്ചുകൂടെ നന്നായി സംരക്ഷിക്കാൻ വേണ്ടി അതിനൊരു ബഫർ പോലെ ഈ ഏരിയയിലും കൂടി ഒരു കൺസർവേഷൻ റിസർവായിട്ട് നോട്ടിഫൈ ചെയ്യും. അതാണ് 36 ആൻഡ് എന്ന് പറയുന്നത്. അതായത് എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോൾ ബഫർ റേഞ്ചിലിടും. ബഫർ റേഞ്ചിൽ ആലോചിച്ചാൽ മതി. ഉള്ളിലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ഇത് പുറത്ത് കിടക്കുന്ന ഏരിയനെ നമ്മൾ കൺസർവേഷൻ റിസർവായിട്ട് നോട്ടിഫൈ ചെയ്യും. അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അതാണ് 36B. മറ്റൊന്നാണ് 36C, കമ്മ്യൂണിറ്റി റിസർവ്. വാട്ട് ഈസ് കമ്മ്യൂണിറ്റി റിസർവ്? കൺസർവേഷൻ റിസർവ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ കൈവശത്തിലുള്ള ഭൂമിയാണ്. പക്ഷെ കമ്മ്യൂണിറ്റി റിസർവ് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിലുള്ള ഭൂമി ഔട്ട്സൈഡ് ദി ഫോറസ്റ്റ് ഏരിയ, നോട്ട് ബിലോങ് ടു ഗവൺമെൻറ്, പക്ഷേ അത് ഇക്കോളജിക്കലി വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് എന്ന് സർക്കാരിന് തോന്നുകയാണ്. ഇക്കോളജിക്കൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പലതരം പ്രാധാന്യമാകാം. അവിടെയുള്ള സസ്യങ്ങളാവാം, അല്ലെങ്കിൽ ഇവിടെ അനിമൽസ് ആകാം, അല്ലെങ്കിൽ അവിടെയുള്ള മണ്ണ്, അവയുടെ മറ്റേ ഇക്കോളജിക്കൽ പ്രോക്സിമിറ്റി, അത് മങ്കുലിപ്പ്, ഇങ്ങനെ എന്തെങ്കിലും പ്രാധാന്യമുള്ള സ്ഥലമാണ്. അത് അവരെ സംരക്ഷിക്കപ്പെടേണ്ട പ്രത്യേകമായി ഏത് സർക്കാർ പോകുകയാണെങ്കിൽ ആ സ്ഥലത്തിനെ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് നോട്ടിഫൈ ചെയ്യാം. സെക്ഷൻ 36C. ഏതെങ്കിലും അങ്ങനെ നോട്ടിഫൈ ചെയ്ത കൺവെൻഷൻ റിസർവ് ക്യാബിനറ്റ് ഓഫ് എന്തിനാണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? കണ്ടലോ ദേശാടന പക്ഷി, മറ്റേ സീ ബേർഡ്സ് പലതും. ഒപ്പം തന്നെ കണ്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കണ്ടലോ ഒന്ന് സോയിൽ ഇറോഷൻ, ഷോർ ഇറോഷൻ എന്നറിയും. അതിനേക്കാൾ ഉപരി കണ്ടൽ വേറെ പ്രത്യേകത എന്തായി? കണ്ടൽ കാടുകളിലൂടെ നടന്നിട്ടുണ്ടോ നിങ്ങൾ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? അതിൻ്റെ വേരുകൾ മുഴുവൻ ഇങ്ങനെ പൊയ്ക്കാലിൽ നിൽക്കണമെന്നാണ് അതിൻ്റെ വേരുകൾ. ശ്വസന വേരുകൾ എന്നാണ് പറയും. അത് വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് ശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ വേരുകൾ പുറത്തേക്ക് വരും. ന്യൂമാറ്റോഫോർസ് എന്നാണ് പറയുന്നത്. അത് നേരിട്ട് ഓക്സിജൻ ശ്വസിക്കും. അപ്പോൾ ശ്വസന വേരുകൾ, ഈ ശ്വസന വേരുകളുള്ള കാരണം കമ്പലിൽ കൂടെ നടക്കാൻ പറ്റില്ല. കമ്പലിയിൽ കൈയും കാലും തട്ടിക്കൊണ്ട് നിന്ന് പോണ്ടി വരും. ഇത് ഉള്ളത് കൊണ്ട് അതിൻ്റെ അടിയിലെ വെള്ളത്തിൽ ധാരാളം ചെറു മത്സ്യങ്ങൾ, ഞണ്ടുകൾ, പ്രോൺസ്, ഇതിലൊക്കെ അസലായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. കാരണം അതിന് പിടിക്കാൻ പക്ഷികൾക്ക് പോലും പിടിക്കാൻ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ നല്ല ഒരു ബ്രീഡിങ് സെൻ്ററാണ്. ആരുടെ? ഈ കൊച്ചു ഒരുപാട് സമുദ്രജീവികളുടെ വലിയൊരു ബ്രീഡിങ് സെൻ്ററാണ്. അതാണ് അതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ്. അപ്പോൾ അങ്ങനെ ബ്രീഡിങ് സെൻ്ററാണ്. ദേശാടന പക്ഷികൾക്കും അതുപോലെ തന്നെ കടൽ പക്ഷികൾക്കുമൊക്കെ അവയ്ക്ക് കൂട് വയ്ക്കാനും മുട്ടയിട്ട് വിരിയാനും പറ്റിയ സ്ഥലങ്ങൾ ഒരുക്കുന്നു. ഒപ്പം തന്നെ കണ്ടൽ എന്ന് പറയുന്നത് ശുദ്ധജലത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള കണ്ടലുകളുണ്ട്. ഒപ്പം തന്നെ സീ ഷോർ, അതിൻ്റെ മണ്ണൊലിപ്പ് തടയാൻ, നമുക്ക് സുനാമി പോലെയുള്ള കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഇഫക്റ്റീവായിട്ട് തടയാൻ പറ്റുന്ന ഒന്നാണ് ഈ കണ്ടൽ. അപ്പോൾ അത്ര വലിയ പ്രാധാന്യമുള്ള കണ്ടലുകളാണ്. അതുകൊണ്ടാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കടലുണ്ടി 2 പഞ്ചായത്തുകളാണ്, ചാലിയാർ പുഴയുടെ അപ്പുറവും ഇപ്പുറവും, അതിനെ കടലുണ്ടി പുഴയുടെ അപ്പുറവും ഇപ്പുറവും അതിനെയാണ് പ്രഖ്യാപിച്ചത്. അതാണ് കമ്മ്യൂണിറ്റി റിസർവ്. സോ ഓൺലി 1 കമ്മ്യൂണിറ്റി റിസർവ് ഇൻ കേരള. ഇത് 36A-B കൺസർവേഷൻ റിസർവ്, 36C-D. ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ, നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരാളായിട്ട് മെമ്പർ സെക്രട്ടറി ആയിട്ട് അതിലുണ്ടാവും, മെമ്പറായിട്ട്. ഒരു പുതിയ LPC നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഇത് ഒരു സെക്ഷൻ 38 പ്രകാരം അവർ ഈ ടൈഗർ റിസർവുകൾ നല്ല അത് നോട്ടിഫൈ ചെയ്യാം. അതെങ്ങനെ മാനേജ് ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി പുതിയതായിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ അതോറിറ്റിയുടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ടൈഗർ ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം തയ്യാറാക്കപ്പെടും. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും ഒക്കെ അതിന് പ്രോട്ടോകോൾ ഉണ്ട്. അതിന് ഏതൊക്കെ ഓഫീസർമാർ വേണം, അതിൻ്റെ SOP എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ആ പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP, അത് എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്നെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് NTC ആണ്. അത് 38 എന്ന് പറയുന്ന സെക്ഷൻ മുതലുള്ള സെക്ഷൻസാണ്. അതൊന്നും വായിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനൊരു സംഭവമുണ്ട്, NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അതുപോലെ തന്നെ വേറൊന്നാണ് നാഷണൽ സൂ അതോറിറ്റി. അറിയില്ലേ? നാഷണൽ സൂ അതോറിറ്റി അതുമുണ്ട്. അത് സൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അവരാണ്. ചാപ്റ്റർ 4C WCCB. WCCB അറിയോ? വൈൽഡ് ലൈഫ്
ക്രൈം കൺട്രോൾ ബ്യൂറോ. അത് പുതിയതായിട്ട് വന്നിട്ട് ഈ ആക്ടിവ് സ്ഥാനം വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു കേസിൽ നമ്മൾ പ്രതിയുണ്ട്. ഈ പ്രതി കേരളത്തിലെ വെളിയിലാണ്, ഈവൻ ഇന്ത്യക്ക് വെളിയിലാണ് ഇതായിരിക്കുക. ഇന്ത്യക്ക് വെളിയിൽ നമുക്ക് ജൂറിഡിക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ CBIക്ക് അതിന് പെർമിഷൻ ഉണ്ട്. കാരണം CBIക്ക് ഇന്റർപോളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം CBIക്ക്. അപ്പോൾ CBIയെ പോലെ ഒരു അന്വേഷണ അധികാരമുള്ള ഒരു ബോഡി വൈൽഡ് ലൈഫ് ക്രൈമിന് വേണ്ടി ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ പേരിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള സാധനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. അപ്പോൾ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ അതിന് ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ ഏജൻസി, ഇപ്പോൾ കേരളത്തിലുണ്ട്, എറണാകുളത്തുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. എൻ്റെ ഒരു കേസിൽ, ഞാൻ പീച്ച് വൈൽഡ് ലൈഫ് ഫാണെന്നായിരിക്കും ഒരു കേസിൽ, ഒരു കാട്ടുപോത്തിനെ വെടിവെച്ച് പോകുന്ന കേസിൽ 14 പ്രതികളുണ്ട്. 13 പേരെയും പിടിച്ചു. പ്രൈം അക്യൂസ്ഡ് ഇറ്റലിയിലേക്ക് കടന്നു. നമ്മുടെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ അയാളിലേക്ക് എത്തുമ്പോഴേക്കും അയാൾ ഇറ്റലിയിൽ പോയി. ഇറ്റലി തോന്നുന്നതിനെ പോയി വണ്ടി പിടിച്ചു അയാളുടെ. പക്ഷെ അയാളുടെ തോക്ക് ഉപയോഗിച്ചത് തോക്ക് കിട്ടിയിട്ടില്ല, അയാളെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ആ കേസ് അവിടെ പെൻഡിങ്ങിനായിട്ട് നിൽക്കുക. അത് WCCBക്ക് എഴുതി, ഞാൻ തന്നെ എഴുതിയത്. അവരത് ബന്ധപ്പെട്ടു, നേരെ ഇന്റർപോളിന് കൈമാറി. അവരവിടുന്ന് എന്താ പറയുക, ഡിപ്പോർട്ട് ചെയ്യുന്ന നടപടി എടുത്തു. ഡിപ്പോർട്ട് ചെയ്യാൻ മനസ്സിലായില്ലേ? അവിടുന്ന് അയാളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട്, അപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലായി. അവർ വക്കീലൊക്കെ ഇടപെട്ട് അയാൾ പോയി. അയാൾ വന്നു, നമ്മൾ അറസ്റ്റ് ചെയ്തു, കേസുമായിട്ട് മുന്നോട്ട് പോയി. റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നില്ല. റിപ്പോർട്ട് ചെയ്തത് ഇതിനായാലും ഒരിക്കലും പിന്നെ അങ്ങ് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സംവിധാനം നമുക്കുണ്ട്. WCCB വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ, ചെന്നൈയിലാണ് എൻ്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യക്ക് വെളിയിലൊക്കെ ഏതെങ്കിലും പ്രതികളായിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കാൻ നോക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു നോക്കാം. അത് ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 4C എന്ന് പറഞ്ഞൊരു ചാപ്റ്ററായി. അതിൽ പോലീസുകാരാണ് കൂടുതലും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിൻ്റെ ഹെഡായിട്ട് ഫോറസ്റ്റിൻ്റെ IG ആണുള്ളത്, IG ഓഫ് ഫോറസ്റ്റ്. അതിൽ പക്ഷേ ഡിവൈസ്പറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതലും അതിനകത്ത് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ. അവരിടയ്ക്ക് ട്രെയിനിങ്ങൊക്കെ വയ്ക്കാറുണ്ട്. അതായത് നമ്മൾ വന്യജീവി സംബന്ധമായ ഒരു കേസ് ഉണ്ടായി, കുറ്റകൃത്യമുണ്ടായി. ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ടുള്ള വാഹനങ്ങളും ഉപകരണങ്ങളും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുള്ള എന്ത് സാധനമായാലും അത് ലൈവ് അനിമലായാലും ശരി, എല്ലാം തന്നെ സർക്കാർ പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇതാണ് സെക്ഷൻ 39. അപ്പോൾ സെക്ഷൻ 39 പ്രകാരം നമ്മൾ വണ്ടി പിടിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് സെർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു വണ്ടിയിൽ കുറച്ച് ഇറച്ചി കൊണ്ടുപോകുന്നു, മാനിൻ്റെ ആണെന്ന് മനസ്സിലായി, വണ്ടി പിടിച്ചു. ഈ വണ്ടി നമുക്ക് കേരള ഫോറസ്റ്റ് ആക്ട് 61 ഒരു സെക്ഷൻ ഉണ്ട്. എന്താണ്? കരി വളരെ ഏതെങ്കിലും കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വനസംബന്ധിയായി കുറ്റകൃത്യമുണ്ട്, സർക്കാർ മുതലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ വണ്ടി DFOയുടെ മുമ്പാകെ, അതായത് ഓതറൈസ്ഡ് ഓഫീസറുടെ മുമ്പാകെ ഹാജരാക്കിയാൽ മതി. പക്ഷെ ഇവിടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ചെറിയ പ്രശ്നമാണ്. കേരള ഫോറസ്റ്റ് ആക്ട് 61 പറയുന്നത് ഇഫ് ദർ ഈസ് എ റീസൺ ടു ബിലീവ് ദാറ്റ്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന് വനസംബന്ധിയായി കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് റീസൺ ഉണ്ടായമായി, കൃത്യമായിട്ട് ബോധ്യമുണ്ടായമായി തെളിയിക്കപ്പെടണമെന്നില്ല അറ്റ് ദാറ്റ് നൈറ്റ്. പക്ഷെ ഇവിടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ മേടിക്കാൻ if that is used for the commission of the offense, ഈ ഓഫൻസ് നടത്താൻ വേണ്ടി അത് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിലുമാണ്. അത് ഈ ഓഫൻസ് നടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക? എപ്പോഴാ മൈൽ നടത്തി തുറന്നിരുന്നു. വ്യത്യാസം മനസ്സിലായോ? 61 നമുക്ക് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു റീസൺ ഉണ്ടായാൽ മതി ആ വണ്ടി കോൺഫിസ്കേറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോവാം. പക്ഷെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ റീസൺ ഉണ്ടായാൽ മാത്രം പോരാ, അത് അതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് തെളിയണം. അത് തെളിയുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ട്രയൽ. അതുകൊണ്ട് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നമ്മളൊരു വണ്ടി പിടിച്ചെടുത്താൽ അത് DFOയുടെ മുമ്പാകെ ഹാജരാക്കാൻ പറ്റും, നേരെ അവിടെ ഹാജരാക്കണം കോടതിയുമായി. പക്ഷെ കോടതി നമുക്ക് ആർഗ്യൂ ചെയ്യാം, ഇറ്റ് ഈസ് ലയബിൾ ഫോർ കോൺഫിസ്കേഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 39. സെക്ഷൻ 39 പ്രകാരം അത്
സർക്കാരിലേക്ക് ലയബിളാണ്, കോൺഫിസ്കേഷൻ, അതായത് സർക്കാർ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് അയാൾക്ക് വിട്ടുകൊടുക്കരുത്. മനസ്സിലായോ? അയാൾക്ക് വിട്ടുകൊടുക്കരുത്. പക്ഷെ കോടതി ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ ഓർഡർ ഇട്ടാലും കോടതി എന്ത് ചെയ്യും? ബോണ്ട് വയ്ക്കും. ഇത് മുമ്പ് പോലെ ഇത്രയും രൂപ കെട്ടി വെച്ചിട്ട് കൊണ്ടാകും, അത് മതി. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് സെക്ഷൻ 39 പ്രകാരം നിങ്ങൾ പിടിച്ചെടുത്ത വണ്ടി സർക്കാർ മുതലാണ് ഏതുണ്ടെങ്കിലും 61 മേലെ പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് വണ്ടി വൈലേറ്റ് കേസിൽ പിടിച്ചെടുത്ത വണ്ടിയും നമ്മൾ ഹാജരാക്കുന്നത് കോടതിയിലാണ്. പക്ഷെ കോടതിയിൽ നമ്മൾ ആർഗ്യൂ ചെയ്യണം, APP കൊണ്ട് ആർഗ്യൂ ചെയ്യിപ്പിക്കണം, ഇറ്റ് ഈസ് ദി ഗവൺമെന്റ് പ്രോപ്പർട്ടി ലയബിൾ ഫോർ കോൺഫിസ്കേഷൻ ആണ്. സോ ഇൻ നോ കേസ് ഇറ്റ് ഷുഡ് ബി റിലീസ് ടു ദി പാർട്ടിക്ക് അത് കൊടുക്കാൻ പാടില്ല. ഇൻ കേസ് കോടതിക്ക് അയാൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് നമുക്ക് ചെറുക്കാം, നിർബന്ധമുണ്ടെങ്കിൽ. പക്ഷേ വലിയ തോതിലുള്ള എൻ്റെ വോട്ട് വെച്ചിട്ട് കോടതി സാധാരണ കൊടുക്കരുത്. അതുകൊണ്ട് കൃത്യമായി ഒന്ന് ആർഗ്യൂ ചെയ്യണം, ഇറ്റ് ഈസ് എ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആർ ലയബിൾ ഫോർ കോൺഫിസ്കേഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 39. ക്ലിയറായോ? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയും. ഞാനും ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അവർ ആനയിൽ നടത്തിക്കൊണ്ടുവരാം ഉച്ചയ്ക്ക് 12 മണി സമയത്ത്. 11 മണിക്ക് ശേഷം ആനയിൽ നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. റോട്ടി പോകാൻ നല്ല ചൂടുണ്ട്. ഞാൻ നമുക്ക് ഇറങ്ങി പാപ്പാനെ പിടിച്ച് 2 പേർക്ക് റോട്ടി പോയത് ഓപ്പറേഷൻ കയറി അയാൾ നല്ല വെള്ളമായിരുന്നു. ആന എന്റെ കസ്റ്റഡിയിൽ എനിക്ക് അപ്പിനെ കുറിച്ച് ഒന്നും കഴിയില്ലല്ലോ, ആകെ പെട്ടുപോയി നമ്മൾ. മനസ്സിലായതല്ല? അപ്പോ പിന്നെ അപ്പയ്ക്കും അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി പിടിച്ച അയാളെ വേണ്ടി അതൊക്കെ നടത്തിയിട്ടു. പക്ഷെ ഇവിടെ നേരത്തെ നമ്മൾ ഇതങ്ങനെ വയലറ്റായിട്ട് ആ ഓപ്പറേഷനെ പുറകെ തന്നെ ഓടിക്കഴിഞ്ഞാത്ത അവസ്ഥ ഇതിൽ മുഴുവൻ കിട്ടും. പിറ്റേ ദിവസത്തെ വാർത്തകളിൽ മുഴുവൻ ഇതായിരിക്കും. അപ്പോ അങ്ങനത്തെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ അത് ആനയെ അങ്ങനെ നിങ്ങൾ വഴിയിൽ വെച്ചിട്ട് പിടിക്കേണ്ടി വന്ന ആദ്യം ആനയൊക്കെ പിടിക്കേണ്ടത് പാപ്പാനെ പിടിക്കണം. മനസ്സിലായ? അതൊരു പാഠമായിട്ടാണ് ഞാൻ പഠിച്ചതാണ്. പാപ്പ 40 ലക്ഷം രൂപ പിടിക്കരുത്, നമ്മൾ പെട്ടുപോകും. അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ലൈവ് അന്യത്തെ പിടിച്ചു, നമുക്ക് അതിന് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അത് നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള ആ ഉടമസ്ഥനാണെങ്കിൽ അയാൾക്കോ അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിൽ അവിടേക്ക് കൊടുക്കണം. സൗകര്യം എന്നാണ് അങ്ങനെ ചെയ്യുന്നത്.